ഒരു മരണവാർത്ത നമ്മൾ കേട്ടു വാട്സപ്പിലൂടെ, ഒരു മരണവാർത്ത. ഈ മരണവാർത്ത കേൾക്കുമ്പോൾ നമുക്ക് കോപ്പി പേസ്റ്റ് അടിക്കാൻ പറ്റും. അവിടെ നമ്മൾ സേവ് ചെയ്ത് വെച്ച സ്റ്റിക്കേഴ്സ് ഉണ്ടാകും, അറബിയിലും മലയാളത്തിലുമൊക്കെ ഉള്ളത്. പലരും ഇത് അയക്കുകയാണ്. ഒരു മുസീബത്ത് കേട്ടാൽ നാം പറയുന്നത് വേറൊരാളെ അറിയിക്കണം എന്നത് പ്രത്യേകിച്ച് സുന്നത്തില്ല. ശരിക്കും ശ്രദ്ധിക്കുക. നമ്മൾ ചൊല്ലുന്ന ഒരു ദിക്റ്, നമ്മൾ ചൊല്ലുന്ന ഒരു ദുആ, അത് വേറൊരാളെ കേൾപ്പിച്ച് അയാൾക്ക് അയച്ചു കൊടുക്കണമെന്ന നിബന്ധനയേ ഇല്ല. മറിച്ച് അങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഒരു ഇബാദത്ത് എന്നുള്ള നിലക്ക് നമ്മൾ ചൊല്ലേണ്ടതാണത്, നമ്മൾ പറയേണ്ടതാണത്. അയാൾക്ക് അയച്ചു കൊടുക്കാനുള്ളതല്ല അത്. വേറൊരു വ്യക്തിക്ക് അയച്ചു കൊടുക്കാനല്ല ഈ ദിക്റ് ദുആ, നമ്മൾ ചൊല്ലേണ്ടതാണിത്. ഉദാഹരണത്തിന് നമുക്കൊരു കടം ഉണ്ട്, നമുക്കൊരു കടബാധ്യത ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റിക്കർ വേറൊരാൾക്ക് അയച്ചു കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ദുആ ചെയ്യണം, അല്ലാഹുമ്മ ക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക് വ അഗ്നിനി ബി ഫദ്ലിക അമ്മൻ സിവാക് എന്ന് പടച്ച റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കല്ലേ വേണ്ടത്. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്, അതൊരു ടൈപ്പ് ചെയ്ത് വേറൊരാൾക്ക് അയച്ചു കൊടുത്തിട്ട് കാര്യമുണ്ടോ? അയാളോടാണോ നമ്മുടെ ദുആ? റബ്ബിനോടല്ലേ. അപ്പോൾ ഇതിൻ്റെ അസ്ല് ആദ്യം പഠിക്കണം, പിന്നെ അയക്കാൻ പറ്റുമല്ലേ അത് ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്, ക്ഷമിക്കുക. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഇബാദത്ത് നമ്മൾ ചെയ്യണം. നാവ് കൊണ്ട് പറഞ്ഞാലേ അത് ദിക്റായും ദുആയും പരിഗണിക്കപ്പെടുള്ളൂ. നാവ് കൊണ്ട് ഉച്ചരിക്കാതെ കേവലം ടൈപ്പ് ചെയ്താലോ അയച്ചാലോ അത് ദിക്റായി ദുആ ആയി പരിഗണിക്കപ്പെടുകയില്ല. അതേപോലെ തന്നെ ഇത് ഒരു മരണവാർത്ത അതല്ലെങ്കിൽ ഒരു മുസീബത്തിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അയാൾ തിരിച്ചിങ്ങനെ ഒരു സ്റ്റിക്കർ ഇട്ടിട്ടില്ലെങ്കിൽ അതിലൊരു തെറ്റിദ്ധാരണയുടെ ആവശ്യമില്ല. കാരണം തിരിച്ചൊരു സ്റ്റിക്കറല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമ്മളൊരു ഇൻഫർമേഷൻ കൈമാറുന്നു. ആ വ്യക്തി ദുആ ചെയ്യട്ടെ, അത്രേ നമ്മൾ ലക്ഷ്യമാക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ആ വ്യക്തി അത് ദുആ ചെയ്തിട്ടുണ്ടാകാം, അത് പറഞ്ഞ എന്നെയും കൂടി അറിയിച്ചാലേ ഇത് പൂർണ്ണമാകൂ എന്ന് പലരും ധരിക്കുന്നുണ്ട്. അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ മറുപടിയായിട്ട് ഈ പറഞ്ഞ സ്റ്റിക്കറോ മറ്റോ കണ്ടില്ലെങ്കിൽ അസ്വസ്ഥമാവാണ്. എന്തായി മറുപടി അയച്ചില്ല, അതിൻ്റെ പേരിലൊക്കെ പിണങ്ങാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളൊരു ഇൻഫർമേഷൻ കൊടുക്കുന്ന ആ വ്യക്തിക്ക് അറിയാനും പിന്നെ ആ വ്യക്തി ദുആ ചെയ്യട്ടെ, അത്രയേ ഉള്ളൂ. അയാൾ തിരിച്ച് മറുപടി പറഞ്ഞാലും ഇല്ലെങ്കിൽ അതൊരു വിഷയമല്ല. നമ്മുടെ ലക്ഷ്യം അതല്ല, ആ വ്യക്തിയെ അറിയിക്കുക എന്നുള്ളതുമായിരിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, സ്റ്റിക്കർ അയക്കുന്നതിന് കുഴപ്പമില്ല, നമ്മൾ എഴുതി അയക്കുന്നതിന് കുഴപ്പമില്ല, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പറയേണ്ടത് നമ്മൾ പറയണം, അപ്പോഴേ നമുക്ക് പ്രതിഫലം കിട്ടൂ. ഇല്ല എങ്കിൽ പ്രതിഫലം കിട്ടൂല. പിന്നെ എന്തിനാണ് സ്റ്റിക്കർ അയക്കുന്നത് അനുവദനീയമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ ആൾക്ക് ഇദ്ദേഹം ഈ ഇൻഫർമേഷൻ കേട്ടോ, ഇദ്ദേഹം അത് വായിച്ചോ, ഞാനത് കണ്ടു എന്ന ഒരു സമാധാനത്തിന് വേണ്ടിയാണ് ഈ തിരിച്ചയക്കുന്നത്.